കട്ടപ്പന മാർക്കറ്റിനുള്ളിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ നടപടിയില്ല. ഇന്ന് രാവിലെ പച്ചക്കറി മാർക്കറ്റിലേക്ക് എത്തിയ ചരക്ക് ജീപ്പ് റോഡിലെ ഗർത്തത്തിൽ അകപ്പെട്ട് മറിഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറിയുമായി മാർക്കറ്റിനുള്ളിലെ കടയിലേക്ക് എത്തിയ പിക്കപ്പ് ജീപ്പാണ് പ്രവേശന കവാടത്തിൽ മറിഞ്ഞത്. കോൺക്രീറ്റ് ചെയ്തതിലെ അപാകതയാണ് വാഹനം ഒരു വശത്തേക്ക് മറിയാൻ ഇടയാക്കിയത്. മാർക്കറ്റിനുള്ളിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ വ്യാപാരികൾ കട്ടപ്പന നഗരസഭയെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല. കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ പച്ചക്കറി മത്സ്യ മാർക്കറ്റുകൾ, ഈ രണ്ട് മാർക്കറ്റിലെ റോഡുകൾ വളരെ അപകടാവസ്ഥയിലാണെന്ന് കാണിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായ സമിതി 2 തവണ നിവേദനം കൊടുക്കേണ്ടത് കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ ഈ റോഡുകൾ ഈ കമ്പികൾ തെളിഞ്ഞും വളരെ കുണ്ടുകുഴിയുമായിട്ടുള്ള ഒരവസ്ഥയിൽ നിരന്തര അപകടങ്ങളുണ്ടാകുന്നു. അത് കുട്ടികളും പ്രായമായവരും ഒക്കെ വരുമ്പോൾ ഈ കമ്പികളൊക്കെ തെളിഞ്ഞു നിൽക്കുന്നതിന് തട്ടി വീഴുകയും 2 വീലറിലുള്ള അടക്കമുള്ള ആൾക്കാർ വരുമ്പം അത് മറിഞ്ഞു വീഴുകയും അങ്ങനെയുള്ള അപകടങ്ങൾ നിരന്തരം സംഭവിക്കുന്നു. ഇന്ന് തന്നെ ഒരു പിക്കപ്പ് വാഹനം വന്നിട്ട് ചരക്കിറക്കാനായിട്ട് വന്ന വാഹനം അപകടത്തിൽപ്പെട്ട് അവിടെ ഗതാഗത ബ്ലോക്കായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള കാരണങ്ങൾ കാണിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിക്ക് പലതവണ നിവേദനം കൊടുത്തിട്ടും നാളിതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടനെ പരിഹരിച്ചില്ലെങ്കിൽ കേരള വ്യാപാരി വ്യവസായ സമിതി അതിനകത്ത് ശക്തമായിട്ടുള്ള സമരപ്രഖ്യാപനം നടത്തുകയാണ്. തീർച്ചയായിട്ടും ഒരു സമരവുമായി വ്യാപാരി വ്യവസായ സമിതി മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അടിയന്തര പ്രാധാന്യത്തോടുകൂടി കട്ടപ്പന മുനിസിപ്പാലിറ്റി ഈ റോഡുകളുടെ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് വ്യാപാരി വ്യവസായ സമിതി ആവശ്യപ്പെടുകയാണ്. മത്സ്യ മാംസ മാർക്കറ്റിലെ റോഡിന്റെ അവസ്ഥയും പരിതാപമാണ്. ഈ റോഡിലെ കുഴികളിൽ വീണ് അപകടം ഉണ്ടാകുന്നതും പതിവാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാർക്കറ്റിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്ന ലോറിയും ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. റെജി ലൈവ് ഇവന്റ്സ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.